നമ്മുടെ കുഞ്ഞു ഷോപ്പിന് ഇന്ന് 18 ദിവസമാണ്. ഇന്ന് നമ്മൾ കൊണ്ടുപോയത് മാംഗോ മിൽക്ക് ഷേക്കും മുഹബത് കാ സർബത്തുമാണ്. ഈ കൊണ്ടുപോയ 2 സാധനങ്ങൾ 2 മണിക്കൂറിനാണ് നമുക്ക് തീർന്നത്. ഇഷ്ടംപോലെ പേര് കുടിച്ചവർ തന്നെ വീണ്ടും വരുന്നുണ്ട്. പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ക്വാളിറ്റി ഇതിന്റെ ടേസ്റ്റും കാരണമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പണിയിലോട്ട് നമുക്ക് കിടക്കാം. രാവിലെ പോയി നമ്മളെ മാങ്ങ എല്ലാം വാങ്ങിച്ചായിരുന്നു. ദിവസങ്ങളിലായിട്ട് 5 ടൈം മാങ്ങ യൂസ് ചെയ്യും. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങ. മാങ്ങ നല്ല ടേസ്റ്റ് ആണ്. ഇന്ന് ഒത്തിരി പേര് ഇത് വന്ന് കുടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് ലാഭം കിട്ടുമോ? ഇതിന്റെ ക്വാളിറ്റി കണ്ടിട്ടാണ്. ഒരിക്കലും ഇതൊരു പറ വെള്ളം കണക്കല്ല കൊടുക്കുന്നത്, നല്ല കട്ടിക്കാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 15-16 ദിവസം കൊണ്ട് ഇത് കയറി അങ്ങ് വൈറലായത്. എന്റെ ഷോപ്പിൽ എനിക്ക് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് അപ്പിയറൻസ്. ഇതൊരു കടയിൽ നമ്മൾ നിൽക്കുന്ന അവിടെ നമ്മളെ ഡ്രസ്സിംഗ്, നമ്മൾ ഇടുന്ന ഷൂസ് എല്ലാം ക്ലീൻ ആയിരിക്കണം. ഷോപ്പ് തുറന്നോണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നായിരുന്നു. ഷോപ്പ് തുറക്കണമെങ്കിൽ തന്നെ 3-4 പേര് ഇവിടെ വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ നമ്മുടെ കൂട്ടുകാരന്റെ ഷോപ്പിൽ വന്നിരുന്നത് പേര് ആദിത്യ എന്നാണ്. ആശാൻ ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറാണ്. പുള്ളിക്കാരന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് വന്നത്. അതിന്റെ പുറകെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പിന്നെ വന്നു. പയ്യന്മാരെ തൊട്ട് വലിയ ആൾക്കാർ വരെ നമ്മളെ കടയിൽ ഇപ്പോൾ വരുന്നുണ്ട്. സാധനങ്ങളെല്ലാം 2 മണിക്കൂർ കൊണ്ട് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒരാൾ ബസ് ഇരുന്ന് കൈ കാണിക്കുന്നത്. എന്നാ പറയാനാ, 2 ദിവസമായിട്ട് കിട്ടുന്നില്ല മാംഗോ മിൽക്ക് ഷേക്ക് എന്നാണ് ഇവർ പറഞ്ഞത്. അവർക്ക് കിട്ടാതെയാണ് പോകുന്നത്. കുട്ടികളെ മാംഗോ മിൽക്ക് ഷേക്കിന് വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷേ ഇല്ലായിരുന്നു. ഒത്തിരി പേര് വന്നിട്ട് തിരിച്ചു പോവുകയാണ്. അടുത്തത് വീണ്ടും പയ്യന്മാർ ഒന്ന് ചോദിച്ചിട്ട് അവർക്കും കിട്ടാതെ പോയി. നേരെ നമ്മൾ ഷോപ്പ് ക്ലോസ് ആയിട്ട് വണ്ടിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു. പോയിട്ട് വന്ന ശേഷം വണ്ടിക്ക് അധികം പണിയൊന്നും ഞാൻ ചെയ്തില്ലേ. ഞാൻ അങ്ങോട്ട് എയർ ഫിൽറ്റർ മാറ്റി, കാർബറേറ്റർ ക്ലീൻ ആക്കി, അങ്ങനെ ഇഷ്ടം പോലെ പണി ഉണ്ടായിരുന്നു. അവനുള്ളതാണ് നമുക്ക് ഷോപ്പിലൊക്കെ വരാൻ പറ്റും. പണിയെല്ലാം കഴിഞ്ഞു. അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.